കുട്ടികളെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുന്നത് ദ നെക്ലേസ് എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ഒരു പെൺകുട്ടീൻ്റെ കഥയാണ്. അതായത് മെതിൽഡയും ലോയിസൽ എന്ന് പറയുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ സുന്ദരിയാണെങ്കിലും എ പുവർ വുമൺ എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഈസ് അൺഹാപ്പി വിത്ത് ഹെർ മോഡസ്റ്റ് ലൈഫ് ആൻഡ് ലോങ്സ് ഫോർ വെൽത്ത് ആൻഡ് ലക്ഷറി. എന്താ പറയുന്നത്, ആ കുട്ടി ജനിച്ചത് വളരെ ഒരു പുവർ ഫാമിലിയിലാണെങ്കിലും അതിൽ എന്താ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ജീവിതം, അതായത് നല്ലൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആർഭാടപൂർവ്വമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ സാധാരണ കുടുംബത്തിൽ ജനിച്ചതിനാൽ തന്നെ സാധാരണക്കാരനായ ഒരു ക്ലർക്കിൻ്റെ ഭാര്യയായാണ് അവൾ കുടുംബജീവിതം ആരംഭിക്കേണ്ടി വന്നത്. അതിനാൽ തന്നെ അവൾക്ക് അതിൻ്റേതായ വളരെ പരിമിതികളും ഉണ്ടായിരുന്നു. മനോഹരമായ കർട്ടനുകളും ആർഭാടമായ കസേരകളും വില കൂടിയ ഉപകരണങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു വീട്ടിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് അവൾ എന്നും സ്വപ്നം കാണുമായിരുന്നു. സമ്പന്നരായ സുഹൃത്തുക്കളവും നല്ല ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബജീവിതം അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ സഹപാഠിയായിരുന്ന ഒരു പെൺകുട്ടി വളരെ സമ്പന്നയായിരുന്നതിനാൽ അവളെ പോയി ഒന്ന് കാണുവാൻ പോലും ഇവളുടെ ദുരഭിമാനം അവളെ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം അവളുടെ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഒരു ക്ഷണക്കത്തുമായാണ് വന്നത്. അവരുടെ കമ്പനിയിലെ ഒരു വലിയ ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്തായിരുന്നു അത്. വളരെ പ്രധാനപ്പെട്ടവർക്ക് മാത്രമേ ആ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നുള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് ആ ക്ഷണക്കത്ത് തരപ്പെടുത്തിയെടുത്തതെന്ന് അദ്ദേഹം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പുറത്ത് മറ്റു ചടങ്ങുകൾക്കൊന്നും പോകാത്ത ഭാര്യയോട് ഇത് നല്ല അവസരമാണെന്ന് പറയുന്നു. ഈ വാക്കുകൾ അവൾക്ക് സന്തോഷത്തേക്കാൾ സങ്കടമാണ് നൽകിയത്. കാരണം എന്തായിരിക്കും? ഇതുപോലെ ഒരു നല്ല ചടങ്ങിൽ സംബന്ധിക്കണമെങ്കിൽ അതിന് യോജിച്ച വസ്ത്രങ്ങൾ അവൾക്കില്ല എന്നും അതുകൊണ്ട് ഈ ക്ഷണക്കത്ത് തനിക്ക് ആവശ്യമില്ലെന്നും അവൾ പറഞ്ഞു. ഭാര്യയെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി താൻ വളരെ ആഗ്രഹിച്ച ഒരു നായാട്ടിനു വേണ്ടി കരുതി വെച്ചിരുന്ന 400 ഫ്രാങ്ക് അവൾക്ക് ഗൗൺ വാങ്ങുവാൻ നൽകാമെന്ന് അയാൾ സമ്മതിക്കുന്നു. അങ്ങനെ ചടങ്ങിന് പോകേണ്ട ദിവസം അടുത്തു വന്നു. ഭാര്യയുടെ മുഖത്തെ വിഷാദം കണ്ട് ഭർത്താവ് പിന്നെയും കാരണം തിരക്കി. എന്താ കാരണം പറയുന്നതെന്നറിയോ? സമ്പന്നരായ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു ആഭരണവും ഇല്ലാതെ എങ്ങനെയാണ് പോവുക എന്ന ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മറ്റുള്ള സ്ത്രീകളുടെ മുമ്പിൽ ആഭരണങ്ങൾ ധരിക്കാതെ പോകുന്നത് വലിയ അപമാനമായി അവൾക്ക് തോന്നി. അവസാനം ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ സുഹൃത്തായ മാഡം ഫോറസ്റ്റിയറിൻ്റെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു നെക്ലേസ് അവൾ കടം വാങ്ങി. ആ നെക്ലേസ് ധരിച്ച് ചടങ്ങിലെത്തിയത് അവൾക്ക് വളരെ ആഹ്ലാദകരമായി തോന്നി. ആഭരണങ്ങൾ അണിഞ്ഞപ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ചടങ്ങിന് എത്തിയതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയതും അവളായിരുന്നു. സന്തോഷം കൊണ്ട് അവൾക്ക് മതിമറന്ന് നൃത്തം ചെയ്യാൻ തോന്നി. വെളുപ്പിന് 4:30 മണിവരെ അവൾ ആഘോഷത്തിമിർപ്പിലായിരുന്നു. ആ സമയം അവളുടെ ഭർത്താവ് ഒരു ഇടുങ്ങിയ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അവൾ കഴുത്തിലുണ്ടായിരുന്ന നെക്ലേസ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. വഴിയിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാകാമെന്ന് കരുതി ഭർത്താവ് അന്വേഷിച്ചു നടന്നെങ്കിലും ആ നെക്ലേസ് കിട്ടിയില്ല. അവളുടെ ഭർത്താവ് അന്വേഷിക്കാത്ത സ്ഥലമില്ല. പോലീസ് സ്റ്റേഷനിലും ക്യാമ്പ് ഓഫീസിലും തിരക്കി, പരാതികൾ നൽകി. അവസാനം നെക്ലേസ് കിട്ടിയില്ല എന്ന് ഉറച്ചപ്പോൾ പകരം ആഭരണം വാങ്ങി നൽകുവാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ പല ജ്വല്ലറികളിൽ കയറിയിറങ്ങി നഷ്ടപ്പെട്ട നെക്ലേസ് പോലുള്ള ഒരു ആഭരണം വലിയ വില കൊടുത്തു വാങ്ങി. പലരിൽ നിന്നും കടം വാങ്ങിയും പലിശയ്ക്ക് എടുത്തുമൊക്കെയാണ് ആ ആഭരണം വാങ്ങാനുള്ള പണം സംഘടിപ്പിച്ചത്. അയാളുടെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം തീരുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും ഭാര്യയ്ക്ക് ഒരു അഭിമാനക്ഷതം ഉണ്ടാകരുത് എന്ന് അയാൾ ആഗ്രഹിച്ചു. എങ്കിലും വലിയ വീട്ടിൽ ദാരിദ്ര്യമുണ്ടായി. താമസിച്ചിരുന്ന വീട് ഒഴിഞ്ഞ് മറ്റൊരു ചെറിയ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. രാവും പകലും അധ്വാനിച്ചു. ജോലി ചെയ്യുന്ന പണം മുഴുവൻ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ 10 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് കടം മുഴുവൻ വീട്ടി തീർത്തു. പക്ഷേ 10 വർഷം നൽകിയ കഠിനാധ്വാനവും മാനസിക സംഘർഷങ്ങളും കാരണം അവൾക്ക് വാർദ്ധക്യം ബാധിച്ചതുപോലെ കാണപ്പെട്ടു. അവളുടെ വസ്ത്രങ്ങൾ മോടി കുറഞ്ഞതും പഴകിയതുമായി ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായി മാറാൻ തുടങ്ങി. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം പതിവുള്ള ജോലികളെല്ലാം തീർത്ത് അവൾ നടക്കാൻ പോയി. ഭർത്താവ് ജോലി സ്ഥലത്തായതിനാൽ ഒറ്റയ്ക്കാണ് പോയത്. വഴിയിൽ അവിചാരിതമായി ഒരു പഴയ കൂട്ടുകാരി ഫോറസ്റ്റിയറിനെ കണ്ടുമുട്ടി. അവൾ ഇപ്പോഴും സുന്ദരിയും യുവതിയുമായി ഇരിക്കുന്നു. ഫോറസ്റ്റിയർക്ക് ലോയൽസിനെ മനസ്സിലായില്ല. കാരണം അവൾ അത്രമേൽ മാറിയിരിക്കുന്നു. ചടങ്ങിനണിയാൻ ആഭരണം കടം വാങ്ങിയതു മുതൽ അത് നഷ്ടപ്പെട്ടതും പകരമായി 40,000 ഫ്രാങ്ക് മുടക്കി പുതിയ മാല നൽകിയതുമൊക്കെ മാഡം ലോയിസൽ കൂട്ടുകാരിയെ പറഞ്ഞു കേൾപ്പിച്ചു. കൂട്ടുകാരി അത്ഭുതത്തോടെ എല്ലാം കേട്ടുനിന്നു. മാല തിരികെ നൽകുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥ വളരെ ദയനീയമായി കൂട്ടുകാരിക്ക് തോന്നി. കൂട്ടുകാരി ലോയിസലിന് നൽകിയത് ചടങ്ങുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന സാധാരണ നെക്ലേസ് ആയിരുന്നുവെന്നും ഒറിജിനൽ ആയിരുന്നില്ലെന്നും വെറും 500 ഫ്രാങ്ക് മാത്രമേ അതിന് വില ഉണ്ടായിരുന്നുള്ളൂ എന്നും കൂട്ടുകാരി പറയുന്നതോടെ കഥ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ അധികം ഉണ്ടെന്ന് നടിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു പാഠമായിട്ടാണ് ഈ ഒരു കഥയെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥയായിരുന്നു. ആ കഥയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഓർത്തിരിക്കണം. 3 കഥാപാത്രങ്ങളാണ് മെയിനായിട്ടും പറയുന്നത്. നമ്മുടെ മെയിൻ പെൺകുട്ടിയെക്കുറിച്ചും പിന്നെ അവരുടെ ഭർത്താവ് പിന്നെ അവരുടെ ഫ്രണ്ട്, ഇത്രയും പേരാണ് ഇതിൽ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ അവരുടെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പോവാം അല്ലേ. ഈ ഒരു കഥ മനസ്സിലായതുകൊണ്ടെങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ദ ഗേൾ അൺഹാപ്പി ഡിസ്പൈറ്റ് ബീങ് പ്രെറ്റി ആൻഡ് ചാമിങ്? എന്താ പറയുക, എന്തുകൊണ്ടാണ് പെൺകുട്ടി അൺഹാപ്പി ആയത്? അതേപോലെ തന്നെ വളരെ പ്രെറ്റി ആയിട്ടും ചാമിങ് ആയിട്ടും എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയതെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവളുടെ അടുത്ത് പണമോ അല്ലെങ്കിൽ അതിന് വേണ്ട പദവിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെയോ അവൾ മാരി ചെയ്തത് ആരെയാണ്? ഒരു പുവർ ക്ലർക്കിനെയാണ്. അതുകൊണ്ടാണ് അവൾക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അൺഹാപ്പി ഫീലിംഗ് വന്നത്. അവൾ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഫീലിംഗ് ഷീ ഡിസേർവ്ഡ് ഹയർ സ്റ്റാറ്റസ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ക്വാളിറ്റീസ് ഡിഡ് ദ ഗേൾ പൊസസ്? എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞു നമ്മൾ. ബ്യൂട്ടി, ഗ്രേസ്, ചാം ആൻഡ് നാച്ചുറൽ ഇൻജെന്യൂയിറ്റി ആൻഡ് ആൻ ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ എലഗൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ കുഡ് നോട്ട് ഷീ ഡ്രസ് വെൽ? ഷീ ലാക്ഡ് മണി ആൻഡ് സോഷ്യൽ സ്റ്റാൻഡിങ്. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യാത്തത്? നല്ല രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാൻ ഇഷ്ടപ്പെടാത്തത്. കാരണം അവൾക്ക് എന്താണ്, സോഷ്യൽ സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നവൾ ചിന്തിക്കുന്നതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഓതർ പോർട്രേ ദ ഗേൾസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ഹെർ സോഷ്യൽ പൊസിഷൻ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിക്കുന്നത്? ഹൗ ഡസ് ദ ഓതർ ഓതർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ത്? ദ ഗേൾസ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്ത്രീയുടെ മനോഭാവം, ടുവാർഡ് ഹെർ സോഷ്യൽ പൊസിഷനോടുള്ള ആ ഒരു പെൺകുട്ടിയുടെ മനോഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? താനൊരു മിഡിൽ ക്ലാസ് ലൈഫാണ്, താനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജീവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ താനൊരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ആഡംബര ജീവിതം ഒന്നും നയിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സൗന്ദര്യത്തിനും ഒന്നിനും ഒരു കാര്യവുമില്ല. തൻ്റെ സൗന്ദര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ തനിക്ക് നല്ലോണം ഒരുങ്ങി പോകാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. വലിയൊരു ഹൈ സ്റ്റാൻഡേർഡ് കൂടി നടക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതിനുള്ള സമ്പാദ്യം താൻ ഒരു ചെറിയൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തനിക്ക് അതിനുള്ള വകയില്ല എന്നും, അതേപോലെ തന്നെ താൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പാവപ്പെട്ട ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ക്ലർക്കിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന് അതിനനുസരിച്ച് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിനാലും ഒക്കെയാണ്. അതാണ് എന്ത് നമുക്ക് ഈ സ്റ്റോറിയിൽ നമുക്ക് കാണിച്ചിരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ പാസേജ് സജസ്റ്റ് അബൌട്ട് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ഫോർ വുമൺ അറ്റ് ദ ടൈം? എന്താ പറയുന്നത്? ഈ പാസേജിൽ എന്താണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്? ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്, എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചിരുന്നത്. എങ്ങനെയാണത്? ഒരു പെൺകുട്ടിക്ക് ഒരു സമൂഹത്തിൽ നിലയും വിലയൊക്കെ കിട്ടണമെങ്കിൽ എന്താണ്, അവൾക്ക് വളരെ നല്ലൊരു ഭംഗിയും അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടി, ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താണ് വളരെ സ്വത്ത് ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? അതായത് നായികയെ അല്ലെങ്കിൽ ഹീറോയിനെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലേഡി വിചാരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ആ ഒരു ചാമിങ്ങിലൂടെ നമുക്ക് സോഷ്യൽ ഗ്യാപ്സ് ഇല്ലാതെയാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള കയ്യിൽ ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി കൂടി ഉണ്ടാവണം എന്നാണ് ആ പെൺകുട്ടി വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഈ ഒരു വുമണിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മെതിൽഡെ അവോയ്ഡ് ഹെർ വെൽത്തി ഫ്രണ്ട്? എന്തുകൊണ്ടാണ് വെൽത്തി ഫ്രണ്ടിനെ അവൾ അവോയ്ഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? കാരണം തനിക്ക് അത്രയും തൻ്റെ കയ്യിൽ എത്രത്തോളം പൈസയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ആ പെൺകുട്ടി അറിഞ്ഞു പോയാലോ എന്ന ആ ഒരു ഷൈനസ് കൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു തൻ്റെ വെൽത്തി ആയിട്ടുള്ള കൂട്ടുകാരിയെ വരെ അവൾ അവോയ്ഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മെൽഡിൽഡെ സഫർ കോൺസ്റ്റൻ്റ്ലി? എന്താണ്? മെതിൽഡെ സഫേർഡ് ബിക്കോസ് ഷീ ബിലീവ്ഡ് ഷീ ഡിസേർവ്ഡ് എ ലൈഫ് ഓഫ് ലക്ഷറി ബട്ട് വാസ് ട്രാപ്ഡ് ഇൻ പുവർട്ടി. എന്താ പറയുന്നത്? അവൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എന്തിനായിരുന്നു? ഒരു ലക്ഷറി ലൈഫിനായിരുന്നു. പക്ഷേ അവൾ എങ്ങനെയാണ് പെട്ടുപോയിരിക്കുന്നത്? അവളൊരു ദരിദ്ര കുടുംബത്തിലാണ് അവൾ ജനിച്ചിരിക്കുന്നത്. അതുപോലെ അവളുടെ വളരെ മോഡേൺ ആയിട്ടുള്ള വീടും നല്ല ഭംഗിയുള്ള ആഡംബരമായിട്ടുള്ള ഫർണിച്ചേഴ്സും ഒക്കെയുള്ള ഒരു വീടാണ് അവൾ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം ഇല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് താൻ വെറും ഒരു പുവർ ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയിരിക്കുന്ന ജീവിതവും മാരിറ്റൽ ലൈഫ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ലൈഫും തനിക്ക് അങ്ങനെ തന്നെയാണ്, ഒരു പുവർ ലൈഫ് തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് എന്താണ്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഷീ ഡ്രീംഡ് ഓഫ്, എന്താ പറയുന്നത്, അവൾ വളരെ കൂടുതലായിട്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് വന്നിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് എന്താ തോന്നുന്നത്? ലിറ്റിൽ ബിറ്റ് അതായത് കയ്പ് പോലെയും, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. മേക്കിംഗ് ഹെർ ബിറ്റർ ആൻഡ് ഡിസ്കണ്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡിഡ് മെതിൽഡെ റിയാക്ട് ടു ഹെർ സറൗണ്ടിങ്സ്? അവളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? കാരണം അവൾ എപ്പോഴും ഡെസ്പയർ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവളുടെ വീട്ടിൽ നല്ലൊരു ചെയറോ നല്ലൊരു കർട്ടനോ അങ്ങനെ ഒന്നുമില്ല. അതേപോലെ തന്നെ ആഡംബരമായിട്ടുള്ള വസ്തുക്കളോ ഒന്നുമില്ല. കാരണം അവൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം എങ്ങനെയായിരുന്നു? ഒരു വെൽത്തി ലൈഫായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം താനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു പുവർ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത് എന്ന് അവൾ മനസ്സിലാക്കുകയും അതിനെ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് മാഡം ലോയിസൽ സജസ്റ്റ് ഗിവിംഗ് ദ ഇൻവിറ്റേഷൻ ടു അനദർ കൊളീഗ്സ് വൈഫ്? എന്തുകൊണ്ടാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ആ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ എന്താണ്, അത് ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് പോകണമെന്ന് മാഡം ലോയിസലിന് ആഗ്രഹമുണ്ടെങ്കിലും തനിക്കതിന് പറ്റില്ല. കാരണം തനിക്ക് അവിടെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല രീതിയിലുള്ള വസ്ത്രമോ ഒന്നുമില്ല എന്നതിനാൽ തന്നെ എന്താണ്, അവൾ പ്രിട്ടൻഡ് ചെയ്യുകയാണ് തൻ്റെ ഹസ്ബൻഡിനോട്. അല്ലേ, എന്താ പ്രിട്ടൻഡ് ചെയ്യുന്നത്? അതായത് അവൾ വെറുതെ അഭിനയിച്ച് പറയുകയാണ്. കാരണം തനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തനിക്കതിന് വേണ്ട നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടിടാൻ പറ്റിയ നല്ലൊരു ആഭരണങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആർക്കെങ്കിലും ഈ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുകയാണ്. അടുത്തത്. ഹൗ ഡസ് മോയിസർ ലോയിസൽ സൊല്യൂഷൻസ് ടു ദ ഡ്രസ് പ്രോബ്ലം റിവീൽ ഹിസ് ക്യാരക്ടർ? എങ്ങനെയാണ് ആ ഒരു ഡ്രസ് പ്രോബ്ലം അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്? എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സേവിങ്സ് ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു സേവിങ്സ് തൻ്റെ വൈഫിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു സേവിങ്സ് അദ്ദേഹം അവൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തു അല്ലേ. അതിലോടുകൂടിയാണ് ആ ഒരു ഡ്രസ്സിൻ്റെ പ്രോബ്ലം അവിടെ സോൾവ് ആയത്. പിന്നെയോ നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈം ഡിഡ് ഷീ ലീവ് ദ പാർട്ടി? എത്ര മണിക്കാണ് അവർ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്നത്, വീട്ടിലേക്ക് പോയത് എത്ര മണിക്കായിരുന്നു? 4 o'clock ആണല്ലേ, ഇൻ ദ മോർണിംഗ്. 4 o'clock ഇൻ ദ മോർണിംഗ്. പിന്നെയോ, വേർ ഹാഡ് ഹർ ഹസ്ബൻഡ് ബീൻ സ്ലീപ്പിംഗ്? എവിടെയാണ് അവളുടെ ഹസ്ബൻഡ് താമസിച്ചിരുന്നത്, കിടന്ന് ഉറങ്ങിയത് എവിടെയായിരുന്നു? തൊട്ടടുത്തുള്ളൊരു എൻ്റെ റൂമിലാണ്, ഒരു ചെറിയൊരു ഇടുങ്ങിയ ഒരു റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത് അല്ലേ. വൈ ഡിഡ് ഹർ ഹസ്ബൻഡ് ത്രോ റാപ്സ് ഓവർ ഹർ ഷോൾഡേഴ്സ്? എന്തുകൊണ്ടാണ്? ടു കീപ് ഹർ വാം ബിഫോർ ഗോയിങ് ഔട്ട്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ലോയ്സൽ ട്രൈ ടു സ്റ്റോപ്പ് ഹർ? എന്താണ്? ഹി ഫിയർഡ് ഷീ കുഡ് ക്യാച്ച് കോൾഡ് ഔട്ട്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ഡു വെൻ ദേ കുഡ് നോട്ട് ഫൈൻഡ് എ കാരേജ്? എന്ത് ചെയ്തു അവർ ഒരു കാരേജ് കാണാത്തതുകൊണ്ട്? ദേ ഷൗട്ടഡ് ആഫ്റ്റർ ഡിസ്റ്റൻറ്റ് ക്യാബ്മാൻ ആൻഡ് വാക്ക്ഡ് ടുവാർഡ് ദ സെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദിസ് മൊമെൻറ്റ് എ ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ഇൻ ദ സ്റ്റോറി? എന്താണ് ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ആയത് ഈ സ്റ്റോറിയിൽ? എന്നാൽ ലോസ്റ്റ് ഓഫ് നെക്ലേസ് ആണ് അല്ലേ. ശരിക്കും അതെന്ത് സംഭവിച്ചു? അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരു മിഡിൽ ക്ലാസ് ആയിരുന്ന അവർ, ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്നവർ അതിദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ആ ഒരു നെക്ലേസ് കാണാണ്ടാവുകയും ആ ഒരു നെക്ലേസിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് അവർ ധാരാളം പണം കടം വാങ്ങുകയും അതിൻ്റെ പേരിൽ അവർക്ക് ധാരാളം കടങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ അവരുടെ ബ്യൂട്ടിയും എല്ലാം, കാരണം ആ കടത്തിലൂടെ ജീവിച്ച് അതിന് വേണ്ടിയിട്ട് പോരാടി ജീവിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എന്താണ്, അവരുടെ ജീവിതത്തിൽ വളരെയധികം കഠിനമായിട്ടുള്ള ദാരിദ്ര്യത്തിലേക്കാണ് അവർ നീങ്ങിയത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ദേ ഫൈനലി ഫൈൻഡ് എ സിമിലർ നെക്ലേസ്? എവിടെ നിന്നാണ് അവർ കണ്ടുപിടിച്ചത്? ഇൻ എ ഷോപ്പ് അറ്റ് ദ പലൈസ് റോയൽ വെച്ചിട്ട്. ഹൗ മച്ച് ഡിഡ് ദ റിപ്ലേസ്മെൻറ്റ് നെക്ലേസ് കോസ്റ്റ്? എത്രത്തോളം രൂപയാണ് അവർക്കായത്? ഒറിജിനലി പ്രൈസ് അറ്റ് 14,000, 40,000, അല്ലെങ്കിൽ അതിന് 36 ഫ്രാൻസിസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ എൻഡിങ് ക്രിറ്റിക് സൊസൈറ്റൽ വാല്യൂസ്? എങ്ങനെയാണ് ആ ഒരു എൻഡിൽ സൊസൈറ്റൽ വാല്യൂസിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഇവരുടെ ഈ ഒരു ട്രാജഡി, മെതിൽഡയുടെ ട്രാജഡി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. കാരണം സമ്പന്നതയെക്കുറിച്ച് ആലോചിച്ച് അതായത് ഒരു മോടി കാണിക്കാൻ വേണ്ടി, ആഡംബര ജീവിതം കാണിക്കാൻ വേണ്ടി ഒരു നെക്ലേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പത്ത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അത് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അതിദാരിദ്ര്യത്തിലേക്ക് പോവുകയും കടങ്ങൾ കയറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് ഫെയ്റ്റ് പ്ലേ ഇൻ ദിസ് കൺക്ലൂഷൻ? എന്താ പറയുന്നത്? ദ ട്വിസ്റ്റ് അണ്ടർസ്കോർസ് ലൈഫ്സ് അൺപ്രെഡിക്റ്റബിലിറ്റി. എന്താ പറയുന്നത്? ജീവിതം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയും ലാസ്റ്റ് നമുക്ക് എന്താ കാണുന്ന ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, അതായത് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോസിങ് ദ നെക്ലേസ്, ആ നെക്ലേസ് നഷ്ടപ്പെട്ടത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അവരുടെ ജീവിതം തന്നെ മാറിപ്പോവുകയാണ് അല്ലേ. ആ ഒരു നെക്ലേസിനെ അതേപോലെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ 10 വർഷത്തോളം അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അവസാനം അത് അവർ തിരിച്ചറിയുകയാണ്. അത് ശരിക്കും അവർ കൊടുത്ത അത്രയും തന്നെ വില അതിന് അവർക്ക് കിട്ടിയിരുന്ന ആ ഒരു നെക്ലേസിന് ഉണ്ടായിരുന്നില്ല എന്നും അത് ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവായിരുന്നു എന്നും അതിന് വേണ്ടിയിട്ട് അത് നഷ്ടപ്പെട്ടതിലൂടെ അവർക്ക് അതിനേപോലെ തന്നെ ഒന്ന് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കടം തന്നെ, അതായത് അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്യേണ്ടി വന്നു എന്നതെല്ലാം എന്താണ്, ഒരു വെർത്തിനെ, അതായത് ജീവിതത്തിൽ ഒരു ആഡംബര ജീവിതത്തെ കാണിക്കുന്നതാണ് അല്ലേ. ഓക്കെ.